വെൽക്കം ബാക്ക് ടു ദ ടോക്ക് ഷോ വിത്ത് മുനീർ അൽ വഫ. നമ്മൾ ഒരു ബ്രേക്കിന് ശേഷം വീണ്ടും വന്നു. ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും, ഇങ്ങനെ ഓട്ടത്തിലാണ്. ട്രെയിനിൽ കയറിപ്പോവും, ബസ്സിലാണെങ്കിൽ ബസ്സിൽ കയറിപ്പോവും, അങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്ന സമയത്ത് എവിടെയെങ്കിലുമൊക്കെ നമ്മൾ ചിലപ്പം ഒന്ന് വഴി തടഞ്ഞു വീഴുകയോ, അതല്ലെങ്കിൽ എവിടെയെങ്കിലും നമുക്ക് വഴി തെറ്റിപ്പോവുകയോ, അതല്ലെങ്കിൽ എവിടെയും നമ്മൾ നിർത്തിയിട്ട് സ്റ്റാർട്ടാവാതെ പോകുക പല അവസരങ്ങൾ നമ്മൾ ജീവിതത്തിൽ സംഭവിക്കാറുണ്ട്. അത് സൈക്കിളിൽ പോകുമ്പോൾ ചിലപ്പോൾ ടയർ പഞ്ചറാവും. അപ്പോൾ ലൈഫിലും ഇതുപോലെ ടയർ പഞ്ചറാകുന്ന അവസരങ്ങൾ വരാം, പിന്നെ ബസ് ബ്രേക്ക് ഡൗൺ ആവുന്ന അവസരങ്ങൾ വരാം, വഴി തെറ്റിപ്പോകുന്ന അവസരങ്ങൾ വരാം, അങ്ങനെ പല അവസരങ്ങളും വരും. ഈ അവസരങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഉറ്റുനോക്കുന്ന ചില ആൾക്കാരുണ്ടാവും. അവർ ചിലപ്പോൾ നമ്മളെ ട്രെയിൻ ചെയ്യുന്ന ആൾക്കാരായിരിക്കും, നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് വഴി കാണിച്ചു തരുന്ന ആൾക്കാരായിരിക്കും. എല്ലാം ദൈവാനുഗ്രഹം തന്നെയാണ്. എങ്കിൽ പോലും ദൈവം ചില ആളെ നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരും. അങ്ങനെ ഇവിടുത്തെ നിരവധി എൻട്രപ്രണേഴ്സിന്, കച്ചവടക്കാർക്ക്, ബിസിനസ്സുകാർക്ക്, അതേപോലെ തന്നെ ഹൈ എൻഡ് ആയിട്ടുള്ള എക്സിക്യൂട്ടീവ്സിനൊക്കെ ഇങ്ങനെ പല വഴി തടസ്സങ്ങളിലും വഴി കാണിച്ച് നേരെ കാണിച്ച് കൊടുത്ത് ഇങ്ങനെ വലിയ ഒരു പ്രതിഭാസമായി മാറിയ ഒരാളാണ് എൻ്റെ കൂടെ, റിയാസ് ഹക്കീം. ബ്രോ, വെൽക്കം ടു ദ ഷോ. താങ്ക് യു സോ മച്ച് ബ്രദർ. യെസ്, കുറെ നാളായിട്ട് നമ്മളിങ്ങനെ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അവസാനം ഇന്ന് ഞാൻ പിടിച്ചു കൊണ്ടുവന്ന് ഇവിടെ ഇരുത്തി എന്നുള്ളതാണ് സന്തോഷം. എ ലയൺ ഓൺ ദ ഹോട്ട് സീറ്റ് എന്ന് ഞാൻ പറയും. കാരണം ഏത് സോഷ്യൽ മീഡിയ ചാനൽ ഇന്ന് നോക്കിക്കഴിഞ്ഞാലും റിയാസ് ഹക്കീമിന്റെ ഒരു വീഡിയോ കാണാതെ നമുക്ക് സ്ക്രോൾ ചെയ്ത് പോകാൻ പറ്റില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഓക്കെ, തിരുവനന്തപുരംകാരനാണ്, ആറ്റിങ്ങലുകാരനാണ്, പക്ഷെ ഒരു മലബാറുകാരന്റെ ഒരു നിഷ്കളങ്കത. ഞാൻ അതുകൊണ്ട് തിരുവനന്തപുരക്കാരൻ നിഷ്കളങ്കരല്ല എന്നല്ല പറഞ്ഞത്. പക്ഷെ സ്വാഭാവികമായിട്ട് ഞാൻ ആദ്യം വിചാരിച്ചത് നിങ്ങൾ കണ്ടപ്പോൾ ഒരു മലബാറുകാരനാണെന്നുള്ളത്. എനിക്ക് അതിന്റെ ആനുകൂല്യം പലപ്പോഴും കിട്ടാറുണ്ട്. കാരണം നമ്മളെ സ്നേഹിക്കുന്ന സുഹൃത്തുക്കൾ, സോഷ്യൽ മീഡിയയിലൂടെ സ്നേഹിക്കുന്ന സുഹൃത്തുക്കൾ, ഫോളോവേഴ്സ് എന്ന് വിളിച്ച് ആ ബ്രാക്കറ്റിൽ ഒതുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മൾ ആത്മാർത്ഥമായി നമ്മളെ കാണാതെയൊക്കെ സ്നേഹിക്കുന്ന സുഹൃത്തുക്കളിൽ ഒരു 80% മലബാർ മേഖലയിൽ നിന്നാണ്. അതിൽ ഭൂരിപക്ഷം ആൾക്കാർ മലപ്പുറത്തുനിന്നുമാണ്. അപ്പോ മലപ്പുറത്തുകാരൻ എന്നുള്ള അല്ലെങ്കിൽ മലബാറുകാരൻ എന്നുള്ള ഒരു ആനുകൂല്യം ഞാൻ ലഭിക്കുന്നുണ്ട്. അപ്പോ എനിക്ക് അതിനകത്ത് പറയാനുള്ള, കല്യാണം കഴിച്ച് മക്കളൊക്കെ ഉള്ളത് കൊണ്ട് ഞാനൊരു ഓപ്ഷൻ ആലോചിക്കുന്നില്ല, അങ്ങോട്ട് മാറാൻ ഇല്ല. മലബാറുകാരുടെ സ്നേഹവും സാഹോദര്യവും ഒത്തൊരുമയും അണ്ടർസ്റ്റാൻഡിങ്ങും ഒക്കെ അൺകണ്ടീഷണലാണ്. അത് ഞാൻ പറയണം. കാരണം UAE ഒരു 80% ബിസിനസ് ഓണേഴ്സും മലബാർ ബെൽറ്റിൽ നിന്നാണ്. നമ്മുടെ സ്ഥലത്തൊന്നും ഇല്ല. പക്ഷെ ഞാനൊരു കാസർഗോഡുകാരനാണ്. എനിക്ക് തിരുവനന്തപുരത്തുള്ള വളരെ നല്ല സുഹൃത്തുക്കളുണ്ട്. ഭയങ്കര ജെന്യൂനായിട്ട് ഏത് സമയത്തും ഒരു കോളിലൊക്കെ നമുക്ക് എന്തിനും ഏതിനും ചാടി കിട്ടുന്ന ഇഷ്ടം പോലെ ആൾക്കാർ തിരുവനന്തപുരത്തുണ്ട്. അതെല്ലാം എനിക്ക് തോന്നുന്നത് എല്ലാം ആ ഒരു ഇതിൽ വരുന്നതാണ്. പക്ഷെ എനിക്ക് ആ ഒരു റീജിയണൽ ബ്യൂട്ടി ഞാൻ പറയുമ്പോൾ മലബാറിന്റെ ഒരു സൗന്ദര്യം, നല്ല ഫുഡ് കിട്ടും, നല്ല ഫുഡും കിട്ടും. നിങ്ങൾ വഴി തെറ്റി മലബാറിൽ എവിടെയെങ്കിലും പോയി നിന്നാൽ നിങ്ങളെ കറക്റ്റ് വഴി കാണിച്ച് വീട് വരെ എത്തിച്ചു തരും. അത് തെക്ക് സൈഡിലോട്ട് വരുമ്പോൾ അത് കുറച്ച് കുറയും. കാരണം കുറച്ചുകൂടെയൊക്കെ നമ്മൾ സെൽഫ് സെൻട്രിക് ആണ്. നമ്മളുടെ ഇപ്പോൾ ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷനെ കാരണം നമ്മൾ കുറച്ചുകൂടെയൊക്കെ സെൽഫ് സെൻട്രിക് ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്, ഗവൺമെന്റ് ഉദ്യോഗസ്ഥരാണ്. അപ്പോൾ അങ്ങോട്ട് പോകുന്നതോറും ആ ഒരു സാഹോദര്യവും സ്നേഹവും ഒത്തൊരുമയൊക്കെ ആണ് പിൽക്കാലത്ത് ഞാൻ വിശ്വസിക്കുന്നത്. ചന്ദ്രഗിരി പുഴയിൽ നിന്ന് സെക്രട്ടേറിയറ്റിലേക്ക് എത്തുമ്പോൾ ആ ഒരു വ്യത്യാസം തീർച്ചയായിട്ടും ഉണ്ടാവും. പക്ഷെ ആ ഒരു ബ്യൂട്ടി, മലബാറിന്റെ ബ്യൂട്ടി ഇന്ന് UAE അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലെ ഏത് രാജ്യത്ത് ചെന്നാലും ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് അല്ലെങ്കിൽ ഒരു കഫ്റ്റീരിയ തന്നെ എടുത്തോളൂ. കഫ്റ്റീരിയ ടു ഒരു വലിയ SME ഓർഗനൈസേഷനിലും സൂപ്പർ മാർക്കറ്റ്സും ഒക്കെ മലബാർ ബെൽറ്റിന്റെ ഒരു പാർട്ട്ണർഷിപ്പ് സൗഹൃദം നമുക്ക് കാണാൻ സാധിക്കും. വളരെ ഒരു എഴുത്തുകുത്തില്ലാതെ ഹൃദയങ്ങൾ തമ്മിലുള്ള ഒരു വിശ്വാസത്തിന്റെ പേരിൽ നിരന്തരമായിട്ട് മില്യൺസിന്റെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണ്. അത് ആ ഒരു ഭൂമികയുടെയും അവിടെ നിന്നുണ്ടായ ഒരു കൾച്ചറൽ ഡെവലപ്മെന്റിന്റെ ഒരു ഭാഗം. തീർച്ചയായിട്ടും. പിന്നെ വിശ്വാസം ഞാൻ കേട്ടോ, എനിക്ക് അതും കൂടെ പറയണം. വിശ്വസിക്കാൻ ശരിക്കും ഏറ്റവും എളുപ്പവും കണ്ണടച്ച് വിശ്വസിക്കുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെയുള്ള കുറെ നല്ല മനുഷ്യരുള്ള ഒരു നാടാണ്. അതിനകത്ത് ജാതിയോ മതമോ ഒന്നുമില്ല. അതിനപ്പുറം മലബാറിന്റെ സ്നേഹം, അത് മലബാറുകാരുടെ കൂടെ നിന്ന് അനുഭവം. ഏതായാലും നമ്മള് അതങ്ങനെ സാന്ദർഭികമായിട്ട് വന്ന ഒരു വിഷയമാണ്. ഇപ്പോ ഇമോഷണൽ സെയിൽസ് കോച്ച്, അതാണ് നമ്മുടെ റിയാസ് ഹക്കീം എന്ന് പറഞ്ഞ ഒരാള്. എങ്ങനെയാണ് ഇങ്ങനെ ഒരാളായി മാറിയത്?
നേരത്തെ സൂപ്പർ മാർക്കറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു സൂപ്പർ മാർക്കറ്റ് ഓഫ് ഇമോഷൻസ് ആയിരുന്നു. ഓക്കെ. എല്ലാ തരത്തിലുള്ള ഇമോഷൻസും ഈസി ആയിട്ട് ഒന്ന് പിക്ക് ചെയ്യാം. ഞാൻ വളരെ പെട്ടെന്ന് ഇമോഷണൽ ആകുകയും പെട്ടെന്ന് തന്നെ റിയാക്ട് ഒക്കെ ചെയ്യുന്ന ഒരു മനുഷ്യനായിരുന്നു. ആൻഡ് ഐ ഹാഡ് എ വെരി ഡിഫറെൻറ്റ് പാസ്റ്റ് ലൈഫ്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ വീണ് പ്രയാസപ്പെട്ട് ഇമോഷണൽ ഡിസ്റ്റർബൻസിലൂടെ അനുഭവിക്കേണ്ട എല്ലാ പ്രയാസങ്ങളും ഒക്കെ അനുഭവിച്ചത് കൊണ്ട് ഒരു പർട്ടിക്കുലർ മൊമെൻറ്റിൽ, ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ വിത്ത് സം സോർട്ട് ഓഫ് ഗ്രേസ് ആൻഡ് ബ്ലെസ്സിങ് നമ്മൾ ഈ ഇമോഷണൽ ഇൻ്റലിജൻസ് അക്വയർ ചെയ്തപ്പോൾ ദെൻ ഐ റിയലൈസ്ഡ് ഈ ഇമോഷണൽ ഇംബാലൻസും ഡിസേബിലിറ്റിയൊക്കെ ഒരുപാട് മനുഷ്യർക്കുണ്ട്. ഞാൻ മാത്രമൊന്നുമല്ല, പലരും ഇമോഷണലി വീക്കാണ്. ഞാൻ എപ്പോഴും ട്രെയിനിങ്ങിലൊക്കെ പറയാറുള്ളത്, നിങ്ങൾ പുറത്തല്ല തോക്കുന്നത്, അകത്താണ് തോക്കുന്നത്. അകത്ത് നമ്മൾ തോൽക്കുകയും അവിടെ തോൽവി സമ്മതിക്കുമ്പോഴാണ് പുറത്ത് നമ്മൾ പലപ്പോഴും തോറ്റു പോകുന്നത്. അത് ബിസിനസ്സിലാവാം, പേഴ്സണൽ ലൈഫിലും ആവാം, എന്തിലും ആകാം. അപ്പം ഈ ഒരു ഇമോഷണൽ ഇൻ്റലിജൻസിലൂടെ ക്വാളിറ്റി ഡെസിഷൻസ് എനിക്ക് പിന്നീട് എടുക്കാൻ സാധിച്ചപ്പോൾ ഐ ടുക്ക് ദ ഫസ്റ്റ് ഡെസിഷൻ വിച്ച് ഐ ടുക്ക്. എൻ്റെ ആദ്യത്തെ ക്വാളിറ്റി ഡെസിഷൻ വാസ് ഐ ഹാവ് ടു ഗോ ഔട്ട്. ഒരുപാട് ഇമോഷണലി വീക്കായ, ഒരുപാട് ഇമോഷണലി വണ്ണറബിൾ ആയ ആൾക്കാരെ പോയി കാണുക, അവരെ കേൾക്കുക. ചിലപ്പോഴൊക്കെ മുനീർ സാഹിബേ ഒന്ന് കേട്ടാൽ തന്നെ മതി. നമ്മൾ പല കോച്ചിങ് സെഷനും ആബ്സല്യൂട്ട്ലി കാര്യം കിട്ടില്ലേ, ആൾക്കാരെ കേൾക്കാൻ കിട്ടില്ലേ. ഇപ്പൊ മുനീർ സാഹിബോടെ ഇരിക്കുന്നത് കേൾക്കാനാണ് പലപ്പോഴും. ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിനപ്പുറം പുറത്ത് ലൈഫിൽ, റിയൽ ലൈഫിൽ ചെന്നാൽ പലരും കേൾക്കാൻ ഇന്ന് സന്നദ്ധരല്ല. കാരണം ആർക്കും സമയമില്ല, എല്ലാവരും തിരക്കിലാണ്. ആൻഡ് ഇറ്റ് ഈസ് ഹെവിലി ഡിസ്ട്രാക്റ്റഡ്. കറക്റ്റ്. സോഷ്യൽ മീഡിയയിലൊക്കെയാണ് നമ്മളും ആക്റ്റീവ് ആണെങ്കിൽ പോലും ഐ ഹാവ് ടു ടെൽ, ഈ മൊബൈൽ ഫോണിൻ്റെ ഈ ഓവർ യൂസേജും സോഷ്യൽ മീഡിയയുടെ ഓവർ ഇൻ്റർവെൻഷനോ കാരണം പലരും ഡിസ്ട്രാക്റ്റഡ് ആണ്, ഒട്ടും ഫോക്കസ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലാണ്. അതുകൊണ്ട് തന്നെ ആരും കേൾക്കില്ല. കറക്റ്റ്. വേണ്ടതേ കേൾക്കുള്ളൂ, ആവശ്യമുള്ളത് മാത്രമേ എനിക്ക് വേണ്ടതേ ഞാൻ കേൾക്കുള്ളൂ. കറക്റ്റ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ആരെങ്കിലും ഒരാൾ കേൾക്കണ്ടേ. സോ ഐ തോട്ട് ഓഫ് ഐ വിൽ ഗെറ്റ് ഇൻ ടു കോച്ചിങ്, ഐ ലിസൺ ടു സെയിൽസ് പീപ്പിൾ. അപ്പോൾ അവരെ മനസ്സിലാക്കാനും കേൾക്കാനും ആദ്യം സെയിൽസിൽ നിന്നാണ് തുടങ്ങിയത്. ദെൻ ഐ ഗോട്ട് ഇൻ ടു ലീഡർഷിപ്പ്. കാരണം ഞാൻ നോക്കുമ്പോൾ ഡോർമാൻ ടു ചെയർമാൻ എക്സസൈസ് ചെയ്യേണ്ട ഒരു ക്വാളിറ്റിയാണ് ഈ ലീഡർഷിപ്പ്. അപ്പോൾ ഈ ബിസിനസ്സുകളിൽ അങ്ങനെ ഒരു വലിയ ഗ്യാപ്പ് ഞാൻ കണ്ടു. സോ അവിടെ സെയിൽസ് ലീഡർഷിപ്പ് മേഖലയിൽ ഒരുപാട് മനുഷ്യരെ ഇമോഷണൽ ആകാനും പിന്നീട് ഹ്യൂമൻ വാല്യൂസൊക്കെ എക്സസൈസ് ചെയ്ത് ലൈഫിലും ബിസിനസ്സിലും ഒക്കെ ഇമ്പ്രൂവ്മെന്റ്സ് കൊണ്ടുവരാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമുള്ള യാത്രയിലാണ് ഞാനിപ്പോഴും. ഓക്കെ. ഇപ്പോൾ എത്ര വർഷമായി നമ്മൾ ഈ ഞാൻ ബേസിക്കലി ഒരു എഞ്ചിനീയർ ആണ്. ടോണി, ക്യാൻ വി ഹാവ് എ ബ്രേക്ക്? ഏതായാലും അതിൻ്റെ ഇടയിൽ ഒരു ചുമ വന്നു. ചില ചുമ നല്ല ലൈഫിൽ സ്ഥിരമായിട്ട് നമ്മൾ പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇങ്ങനെ ഹിക്കപ്സ് വരും, ചുമ വരും, ചിലപ്പോൾ ഇടറി വീണൊന്നും വരും. അതൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം എന്ന് പഠിപ്പിക്കലുമാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഞാൻ എപ്പോഴും പറയും, ലൈഫിലെ സാഹചര്യങ്ങൾ, മനുഷ്യർ, പുറത്തുള്ള സിറ്റുവേഷൻസ്, ഇതൊക്കെ ഒരു 10% നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുള്ളൂ. 90% നമ്മൾ അതിനെ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പൊ വേണമെങ്കിൽ ഇത് നിർത്തിയിട്ട് പോവാം, പക്ഷേ അതിലെങ്ങനെ പ്രതികരിച്ചു എന്നുള്ളതാണ് ഇനി മുമ്പോട്ടുള്ള യാത്ര. അല്ല, കൂടെ നിൽക്കുന്ന ആളുടെ എനർജി നമ്മളെ വല്ലാണ്ട് സ്വാധീനിക്കും. തീർച്ചയായിട്ടും. അവിടെയാണ് നമ്മുടെ ലൈഫിൽ എനിക്ക് തോന്നുന്നത്, നമ്മുടെ പാർട്ട്നേഴ്സ് ആണെങ്കിലും, നമ്മുടെ ഫാമിലി ആണെങ്കിലും, നമ്മുടെ കൂടെ എംപ്ലോയീസ് ആണെങ്കിലും, അവരുടെയൊക്കെ ഒരു പോസിറ്റീവ് സപ്പോർട്ട് നമ്മൾ അങ്ങോട്ട് കൊടുത്താൽ നമുക്ക് ഇങ്ങോട്ട് കിട്ടും. തീർച്ചയായിട്ടും. അല്ല, അത് മുന്നീർ സാഹിബ് ഇതിനകത്തൊരു വലിയ ഫാക്ട്, അൺഫോർച്ചുനേറ്റ്ലി ബയോളജി ക്ലാസ്സസിലൊന്നും ഇത് പഠിപ്പിക്കാത്തതുകൊണ്ടാണ്. വി ഓൾ ആർ എനർജി ബീയിങ്സ്. നമുക്ക് എല്ലാവർക്കും എനർജി ഉണ്ട് ഓൺ ഡിഫറെൻറ്റ് ഫ്രീക്വൻസീസ്. നമ്മൾ പല ഫ്രീക്വൻസിയിലായിട്ട് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ മുനീർ സാഹിബിൻ്റെ അടുത്ത് ഞാനിന്ന് ഇവിടെ എത്താനുള്ള കാരണം, നിങ്ങളുടെ ഒരു ഹൈ എനർജിയിൽ ഏതോ മൊമെൻറ്റിൽ ഞാനും അട്രാക്റ്റഡ് ആയി. അപ്പം നമ്മളിങ്ങനെ എനർജീസ് ഇങ്ങനെ അട്രാക്റ്റഡ് ആവുകയും കൂടെ പിടിക്കുകയും ചേർന്ന് നിൽക്കുകയൊക്കെ ചെയ്യുകയാണ്. അത് തന്നെയാണ് എൻഡ് ഓഫ് ദ ഡേ ഗെറ്റിംഗ് ടുഗദർ, ബ്രിങ്ങിങ് സംതിങ് ഔട്ട് ഓഫ് ദാറ്റ് വിച്ച് വിൽ ബി യൂസ്ഫുൾ ഫോർ ദ കമ്മ്യൂണിറ്റി. ആബ്സല്യൂട്ട്ലി. അത് തന്നെയാണ് അൾട്ടിമേറ്റ്ലി, അത് തന്നെയാണ്. ബൈ എനി മീൻസ് ആർക്കെങ്കിലും ഇത് കേട്ടിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ ഈ ഒരു എക്സാമ്പിൾ, കറക്റ്റ്, ചുമ വന്നു, വെള്ളം കുടിച്ചു, അത് കുറച്ചു നേരം ടി വിയിൽ കാണിക്കുകയും ചെയ്തു. ടോണി അത് ഓഫ് ചെയ്യാൻ വേണ്ടി ലേറ്റ് ആയിപ്പോയി. എന്നിട്ടും അതൊക്കെ ഓക്കെ, ഇറ്റ്സ് എ പാർട്ട് ഓഫ് ലൈഫ് എന്ന് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റുള്ളൂ. അത് തിരിച്ചു വരാനുള്ള ഈ ഒരു ആർജവല്ലേ, ഇതാണ് ഇവിടെയാണ് പലരും പരാജയപ്പെട്ടു പോകുന്നത്. ഒന്ന് വീണു പോയാൽ, ഒന്ന് ചുമച്ചു പോയാൽ, ഒന്ന് നിന്നു പോയാൽ, ഒന്ന് ബ്രേക്ക് ആയാൽ
പലപ്പോഴും സംഭവിക്കാറുള്ളത് ലോകം മുഴുവൻ അവസാനിച്ചു, ഇതോടെ എല്ലാം തീർന്നു എന്നൊരു തോന്നൽ വരുമ്പോൾ അവിടെ ഹോപ്പ്ലെസ് ആവും മനുഷ്യൻ. ഒരു പക്ഷേ ഇപ്പോൾ ഞാൻ ചെയ്തതൊന്നുമില്ല, ഇപ്പം ഞാൻ ചെയ്തതൊന്നും പിടിച്ചിട്ട് ഞാൻ പറഞ്ഞു വെള്ളം ഒന്ന് തന്നു, ഇങ്ങനെ തരാൻ ഒരാളുണ്ടായാൽ മതി. വീണ് പോകുന്നതിന് മുമ്പേ വീഴാതെ പിടിച്ചു നിർത്തുന്ന കുറച്ച് സൗഹൃദങ്ങളൊക്കെ ഉണ്ടായാൽ തന്നെ നമ്മുടെ ലൈഫ് ബ്ലെസ്ഡ് ആണ്. തീർച്ചയായിട്ടും. ഇപ്പൊ ടോപ്പിക്കിലേക്ക് വരികയാണെങ്കിൽ സെയിൽസ്, ഇമോഷണൽ സെയിൽസ് കോച്ച്. അപ്പം ഒരു എന്റർപ്രണർ SME ആണ് എൻ്റെ ഒരു ബിസിനസ് തരത്തിലുള്ള ആയിരക്കണക്കിന് മലയാളി ബിസിനസ്സുകാർ, ഓണേഴ്സ്, അവരുടെ ഒരു പല രീതിയിലുള്ള ഒരു സപ്പോർട്ട് സിസ്റ്റമാണ് നമ്മൾ ബിൽഡ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. അത് ബൈ ഓൾ മീൻസ് ഏത് ലെവലിലാണെങ്കിലും അതിൻ്റെ ഒരു ഭാഗമാണ് ഇന്ന് ഇവിടെ ഇരിക്കുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ ജനറലായിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. നമ്മൾ പറയും സെയിൽസ് മുതൽ ഓപ്പറേഷൻസ് മുതൽ ലീഡർഷിപ്പ്, ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് അതിൻ്റെ മേലെ ലീഡർ. എങ്ങനെയായിരിക്കണം ഒരു ലീഡർ എന്ന് ചോദിക്കുകയാണെങ്കിൽ പല തരത്തിലുള്ള ലീഡർഷിപ്പ് ട്രൈറ്റും പേഴ്സണാലിറ്റീസും ഒക്കെ നമുക്ക് ലീഡർഷിപ്പിൽ നമുക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റും. ഓട്ടോക്രാറ്റിക് ആവാം, ഡെമോക്രാറ്റിക് ആവാം. ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന അല്ലെങ്കിൽ എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ള ഒരു മോഡൽ സെർവൻ്റ് ലീഡർഷിപ്പാണ്. സെർവൻ്റ് ലീഡർഷിപ്പ് ഫോളോ ചെയ്ത 1-2 ലീഡേഴ്സിനെ വേണമെങ്കിൽ കോട്ട് ചെയ്യാം. ഒന്ന് മഹാത്മാഗാന്ധിജിയാണ്, അല്ലെങ്കിൽ നമ്മുടെ മദർ തെരേസയാണ്, അല്ലെങ്കിൽ പ്രോഫറ്റ് മുഹമ്മദാണ്, ജീസസ് ആണ്. ഇവരെല്ലാം ഈ പറഞ്ഞ പോലെ സെർവൻ്റ് ലീഡർഷിപ്പ് പ്രാക്ടീസ് ചെയ്ത ആൾക്കാരാണ്. സെർവൻ്റ് ലീഡർഷിപ്പിൻ്റെ ഒരു ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം സെർവൻ്റ് ആകുകയാണ്, ലീഡർ ആകുന്ന രണ്ടാമതാണ്. സെർവൻ്റ് ലീഡർഷിപ്പ്. ആരെ സെർവൻ്റ് ആകും? കൂടെ ഉള്ളവരെ സെർവ് ചെയ്യാൻ വിധേയപ്പെട്ട് ഞാൻ അവർക്ക് വേണ്ടി സെൽഫ്ലെസ് ആയി മാറുന്ന ഒരു മോഡലാണ്. ഈ മോഡലിൽ നമുക്ക് ഒരുപാട് ബിസിനസ്സുകാരെ കാണാൻ സാധിക്കും. ഇപ്പോൾ പേരെടുത്ത് പറയണമെങ്കിൽ യൂസുഫ് അലി സാഹിബിനെ പോലെയോ, അല്ലെങ്കിൽ പേരെടുത്ത് പറയാത്ത ഒരുപാട് SME ബിസിനസ് ഓണേഴ്സ് നമുക്ക് അവരൊന്നും ലൈം ലൈറ്റിൽ ചിലപ്പോൾ കാണുന്നുണ്ടാവില്ല. ഇവരൊക്കെ ഇന്ന് അവിടെ എത്താനുള്ള കാരണം ഈ സെൽഫ്ലെസ്നെസ് എന്ന് പറഞ്ഞ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ഉള്ളതുകൊണ്ടാണ്. നിസ്വാർത്ഥമായി എൻ്റെ കൂടെ ഉള്ളവരെ സേവനം ചെയ്യാനായി, എൻ്റെ കൂടെ ഉള്ളവരെ നെക്സ്റ്റ് ലെവലിൽ കൊണ്ടുപോകാനായി, എൻ്റെ കുടുംബം എന്ന് പല ഓണേഴ്സും എന്നോട് പറയാറുണ്ട്. എൻ്റെ കുടുംബം എന്ന് പറഞ്ഞിട്ട് എന്നോട് പറയാറുണ്ട് 450 പേരുണ്ട് റിയാസെ എൻ്റെ കുടുംബത്തിൽ, എൻ്റെ മക്കളാണ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഞാൻ പറയും 450 ഇൻറ്റു ഒരു 4 കൂടെ ആകുമ്പോൾ അവരുടെയും ഭാര്യ, ഭർത്താക്കൾ, ഇത്രയും പേരുടെ ലൈഫിൻ്റെ റെസ്പോൺസിബിലിറ്റി മൊത്തം ഏറ്റെടുത്തിട്ട് ഏത് റിസ്ക്കും ഞാൻ ഫേസ് ചെയ്യും. ഏതറ്റം വരെയും ഞാൻ പോയി ഈ കുടുംബങ്ങളിൽ സംരക്ഷിക്കാൻ എടുക്കുന്ന ഒരു ചുമതല ഈ സെർവൻ്റ് ലീഡർഷിപ്പിൽ നമുക്ക് കാണാൻ സാധിക്കും. മറ്റ് ലീഡർഷിപ്പ് ട്രൈറ്റ് ഒക്കെ നല്ലതാണ്. ഓട്ടോക്രാറ്റിക് ആവാം, നമുക്ക് ഡെമോക്രാറ്റിക് ആയിട്ട് ചെയ്യാം, ഇതൊക്കെ നല്ലതാണ്. പക്ഷെ ഏറ്റവും ബ്യൂട്ടിഫുൾ സസ്റ്റൈനബിൾ മോഡൽ സെർവൻ്റ് ലീഡർഷിപ്പ് ആണ്. ഇപ്പൊ ഈ എംപ്ലോയർക്കുള്ള അതേ റെസ്പോൺസിബിലിറ്റി എംപ്ലോയിക്കും ഇല്ലേ? ഉണ്ട്. എംപ്ലോയി ആയാലൊന്നും അറിയണ്ട, എംപ്ലോയർ എല്ലാ ചുമതലയും എടുത്ത് തലയിൽ വെച്ചിട്ട് എല്ലാ സ്ട്രെസ്സും എടുത്തിട്ട് അയാൾ ഇതെല്ലാം നോക്കിക്കോളും എന്ന് പറയുന്ന ഒരു ശീലം പലർക്കും ഉണ്ടാവാറുണ്ട്. ഞാനിത് കണക്ട് ചെയ്യുന്നത് മുനീർ സാഹിബിൻ്റെ ഇപ്പോൾ റീസെൻ്റ് ഇൻ്റർവെൻഷൻ ഞാൻ കാണുന്നുണ്ടായിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ ഐ ഹാവ് ടു അപ്രീഷിയേറ്റ് യുവർ ഇൻ്റർവെൻഷൻസ്. ഞാൻ പറയാൻ കാരണം എനിക്കറിയാം പേഴ്സണലി, ബിക്കോസ് എനിക്കൊരു ദിവസം ഒരു 100 DM കിട്ടും ജോബ് സീക്കേഴ്സിൻ്റെ. അതിൽ ഒരു 80% ആൾക്കാരും പറയാറുള്ളത് പറ്റിക്കപ്പെട്ടു എന്നുള്ള കാര്യങ്ങളാണ്, ചതിക്കപ്പെട്ട കഥകളാണ്. പുറത്ത് ഒരുപാട് കൺസൾട്ടിങ് ഫേംസ് അൺഫോർച്ചുനേറ്റ്ലി ഇത്തരം രീതിയിൽ ജോബ് അവൈലബിൾ ആണെന്നൊക്കെ പറഞ്ഞ് പേയ്മെൻറ്റ് മേടിക്കുകയും അങ്ങനെ ഒരുപാട് മാൽ പ്രാക്ടീസ് നടക്കാറുണ്ട്. അപ്പോൾ അത്തരം സാഹചര്യത്തിലാണ് മുനീർ സാഹിബിനെ പോലെ ഒരാൾ വരികയും ബിസിനസ് ഓണറിനെ ഫ്രണ്ടിൽ കൊണ്ട് നിർത്തിയിട്ട് അദ്ദേഹത്തെ ഇൻസ്പയർ ചെയ്തുകൊണ്ട് അവിടെ ഒരു ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുകയും അത് ലോകത്തോട് വിളിച്ചു പറയുകയൊക്കെ ചെയ്യുന്നൊരു മോഡൽ ഐ ഡോണ്ട് തിങ്ക് മെനി പീപ്പിൾ ഓർ മെനി കൺട്രീസ് പ്രാക്ടീസിങ്. അത് അപ്രീഷിയേറ്റ് ചെയ്യപ്പെടേണ്ട ഒരു ഇൻ്റർവെൻഷനാണ്. ഞാൻ പറഞ്ഞൊരു ചോദ്യമായിട്ട് കണക്ട് ചെയ്യാം. പല ജോബ് സീക്കേഴ്സും ഇവിടെ എത്തുന്നത് ഒരു ക്ലാരിറ്റി ഇല്ലാതെയാണ്. ഇപ്പം നിങ്ങൾ പറഞ്ഞതുപോലെ എൻ്റെ ഓണർ എല്ലാ ഭാരവും ഏറ്റെടുക്കട്ടെ, ഞാൻ അതിൻ്റെ ഒരു ഭാഗമാകുന്നില്ല, ഞാൻ പേറോളിലുള്ള ഒരാളാണ് എന്നൊരു കാഴ്ചപ്പാടിലേക്ക് ഒരു എംപ്ലോയി മാറാനുള്ള കാരണം ഈ ക്ലാരിറ്റി ഇല്ലാതെ ഇവിടെ ജോലി സീക്ക് ചെയ്യാൻ വരുന്നത് കൊണ്ടാണ്. ഒന്ന്, എന്തിനാണ് ഞാൻ ഈ പൊസിഷനിൽ വർക്ക് ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു കരിയർ വിഷൻ എനിക്കില്ല. ഞാൻ വരുന്നത് എങ്ങനെയെങ്കിലും ജോലി കിട്ടണം. ഞാൻ അക്കൗണ്ടന്റ് ആയിരിക്കും, അങ്ങനെയാണെങ്കിൽ അക്കൗണ്ടിങ് ജോബ് കിട്ടണം, ഒന്നുമില്ലെങ്കിൽ സെയിൽസിലൊരു ജോബ്. സെയിൽസ് ലാസ്റ്റ് ഗ്രേഡ് ജോബാണ്.
അതെ, ബേസിക്കലി ഞാൻ അക്കൗണ്ടന്റാ, അതെ, ഞാൻ ലാബ് ടെക്നീഷ്യനാ. ഇത് കിട്ടാനുള്ള ഡെന്റിസ്റ്റ് പോലും സെയിൽസിലുള്ള ലാസ്റ്റ് ഗ്രേഡ് ആയിട്ട്, ലാസ്റ്റ് ഓപ്ഷൻ ആയിട്ട് സെയിൽസ് കാണുകയാണ്. കാരണം അതൊരു ഒന്നും കിട്ടിയില്ലെങ്കിൽ എടുക്കാൻ പറ്റിയ ഒരു ജോലി, നോക്കാം എന്ന് കരുതുന്ന ഒരു ജോലിയാണ്. അപ്പം ഇത്തരം മൈൻഡ് സെറ്റിൽ ഇങ്ങനെ പർപ്പസ് ഒന്നുമില്ലാതെ, വിഷൻ ഒന്നുമില്ലാതെ വരുന്ന എംപ്ലോയീസിനെ നമ്മൾ ഹയർ ചെയ്ത് നമ്മളുടെ സിസ്റ്റത്തിന്റെ ഭാഗമാക്കുമ്പോൾ അവരാണ് പിൽക്കാലത്ത് ഈ പറഞ്ഞ പോലെ ദേ വുഡ് നോട്ട് ഹാവ് ദ സ്കിൻ ഓൺ ദി ഗെയിംസ്. ഈ ഗെയിമിൽ അവർക്കൊരു സ്കിന്നും ഇല്ല, അവർക്കൊരു പാഷനും ഇല്ല. ബിക്കോസ് ദേ കം ഔട്ട് ഓഫ് ജസ്റ്റ് ഗെറ്റ് എ ജോബ്. ദേ ആർ ജസ്റ്റ് ഔട്ട് ടു ഗെറ്റ് എ ജോബ്. ഒരു 2 വർഷം ശമ്പളമൊക്കെ മേടിക്കണം. ഇപ്പം നമ്മളൊക്കെ നാട്ടിലാണെങ്കിൽ ഗൾഫിലോട്ടൊക്കെ വന്നാൽ അത്യാവശ്യം അവിടെ നാട്ടിലെ ഒരു കുറച്ച് ചീത്തപ്പേരൊക്കെ മാറി കിട്ടും. ഇപ്പം പറയാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്, സ്ത്രീധനമൊക്കെ കിട്ടാനുള്ള ഒരു സ്കോപ്പാവും, ഗൾഫുകാരനാണെന്നൊക്കെ പറഞ്ഞ് ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അത്തരം സിറ്റുവേഷനിൽ എങ്ങനെ ഓൺടർപ്രണേഴ്സിനെ രക്ഷിക്കാമെന്നുള്ള ചോദ്യമാണെങ്കിൽ സിമ്പിളായിട്ട് നമ്മളുടെ ടീമിനെ ഓഡിറ്റിന് വിധേയമാക്കണം. അവരുടെ പാഷൻ എന്താണെന്ന് അവരെ കൊണ്ട് പറയിക്കണം. ഒരുപക്ഷെ ഒരു സെയിൽസിൽ നിൽക്കുന്ന നോൺ പെർഫോമറിനെ ഓഡിറ്റ് ചെയ്താൽ ചിലപ്പോൾ അവൻ തുറന്ന് സമ്മതിച്ചില്ലെങ്കിൽ പോലും അവൻ്റെ ബിഹേവിയർ ട്രൈറ്റ് എന്ന് മനസ്സിലാക്കാം. ഹി മൈ ബി ഫിറ്റ് ഫോർ എ ബാക്ക് ആൻഡ് ഓപ്പറേഷൻ. കറക്റ്റ്. അങ്ങനെ റീഅലോക്കേറ്റ് ഒക്കെ ചെയ്ത് വിഷനിലൂടെ ആൾക്കാരെ, അതായത് ബിസിനസ് ഓണറിന്റെ വിഷനിലേക്ക് ഇവരുടെ വിഷനെ കൊണ്ടുവരുത്തിക്കണം. അതൊരു ഓൺടർപ്രണറിന്റെ. പക്ഷെ പലപ്പോഴും ഓൺടർപ്രണേഴ്സ് ചാലഞ്ച് ഫേസ് ചെയ്യുന്നത് ഇവിടെയാണ്. അതായത് നമ്മൾ നല്ല രീതിയിൽ അവരെ കൊണ്ടുവരുന്നു, ട്രെയിൻ ചെയ്തെടുക്കുന്നു, ഒരു സിറ്റുവേഷനിലേക്ക് എത്തിക്കുന്നു. ആ സമയത്താണ് അവർക്കും ബോധം വരുന്നത്, എനിക്ക് നല്ല ഓപ്പർച്യൂണിറ്റീസ് മറ്റു പലയിടത്തും ഉണ്ട് എന്നുള്ള ഒരു അതുവരെ വേറെ ലോകത്ത് ഒരിടത്തും ഓപ്പർച്യൂണിറ്റി ഇല്ല എന്ന് ഉറച്ച് വിശ്വസിച്ച ആള് ഇങ്ങനെയാണ്. SMEയിൽ കോമ്പറ്റീഷൻ ഫീൽഡിൽ, ഇപ്പം IT ആണെങ്കിലും ഏത് ഫീൽഡിലാണെങ്കിലും കുറച്ചൊന്ന് പഠിച്ച് ലെവലാകുമ്പം ആ എംപ്ലോയർക്ക് ഒരു ഭീഷണിയായിട്ടാണ് എംപ്ലോയി മാറുന്നത്. ലോയൽറ്റി ഇല്ല എന്നുള്ളതാണ്. അതിന് പല കാരണങ്ങളുണ്ടാവാം. ഒന്ന്, ബിസിനസ് വളർച്ച, ഗ്രോത്ത് അത്ര സൂപ്പർ അല്ലെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള റെമ്യൂണറേഷൻ കൊടുക്കാൻ പറ്റുന്ന ഒരവസ്ഥയായിരിക്കില്ല. നോക്കാം, നമുക്ക് തരാം എന്നുള്ളതായിരിക്കാം. അതല്ലെങ്കിൽ ഇവർക്ക് വിചാരിച്ച രീതിയിലുള്ള പെർഫോമൻസ് ലെവലിൽ അയാൾ വിചാരിച്ച രീതിയിൽ പെർഫോമൻസ് വരുന്നുണ്ടാവില്ല. ഇങ്ങനെ പല രീതിയിലുണ്ട്. ഇങ്ങനെ വരുന്നൊരു ജംഗ്ഷനിൽ ഒരു എംപ്ലോയർ എന്ത് ചെയ്യണം, ഒരു എംപ്ലോയി എന്ത് ചെയ്യണം? ഇതാണ് ഞാൻ എപ്പോഴും പറയും, എവറിത്തിങ് ചേഞ്ച് ഷുഡ് സ്റ്റാർട്ട് ഫ്രം ടോപ്പ് ടു ബോട്ടം. മുകളിൽ നിന്ന് താഴേക്ക് വരണം എന്നുള്ളതാണ് എൻ്റെ ഒരു ഐഡിയോളജി. ചിലർ താഴെ നിന്ന് മുകളിലോട്ട് പോകണമെന്നൊക്കെ പറയാറുണ്ട്. ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളൊരു ബിസിനസ് എൻ്റർപ്രൈസ് റൺ ചെയ്യുന്ന സമയത്ത്, ഒരു വെഞ്ചറിൻ്റെ ഡ്രൈവിംഗ് ഫോഴ്സായി നിൽക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് സ്വപ്നങ്ങളും വിഷനും കാഴ്ചപ്പാടും ഒക്കെ ഉണ്ടാവും. ഇത് താഴെ തട്ടിലുള്ള എല്ലാവർക്കും ഇതേ കാഴ്ചപ്പാടും വിഷനും ഉണ്ടോ എന്ന് ഞാൻ മനസ്സിലാക്കാൻ പ്രാപ്തനായിരിക്കണം. അതായത് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവർക്ക് അറിയുമോ, വൈ ആർ വി ഡൂയിങ് ദിസ് ബിസിനസ്, നമ്മൾ എന്തിനാണ് ഈ ബിസിനസ്സിൽ എക്സിസ്റ്റ് ചെയ്യുന്നത്, നമ്മുടെ ഈ മിഷൻ എന്താണെന്ന് എൻ്റെ താഴെ തട്ടിലുള്ള ആൾക്കാർക്ക് അറിയാമോ എന്നുള്ള ഒരു മിനിമം ഓഡിറ്റിംഗ് ഒരു ബിസിനസ് ഓണർ നടത്തണം. ഞാനിപ്പോൾ റീസെൻ്റ്ലി ട്രെയിൻ ചെയ്ത ഒരു ബ്രാൻഡ്, പേര് പറയണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. കാരണം അത്രയും ബ്യൂട്ടിഫുൾ വർക്ക് കൾച്ചറുള്ള ഒരു ബ്രാൻഡാണ് ആബ്രിക്കോ എന്ന് പറഞ്ഞിട്ട്. ഷാജി എന്ന് പറഞ്ഞ നമ്മുടെ സുഹൃത്താണ്. ആബ്രിക്കോയിൽ ഞാൻ ചെന്ന് കണ്ടപ്പോൾ അവിടെ ഷാജി എന്ന് പറയുന്ന ഹെഡ് ഓഫ് ദി ഓപ്പറേഷൻസ്, അദ്ദേഹം ഓണർഷിപ്പ് ഷെയറിൽ ഇരിക്കുമ്പോഴും അവിടെ 10-100 ഓണേഴ്സ് വേറെയും ഇരിക്കുക. ഇവരെല്ലാവർക്കും ഓണർഷിപ്പ് ഉണ്ട്. ഇവർക്ക് ഈ ഓണർഷിപ്പ് എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു കൾച്ചർ അവിടെ ബിൽഡ് ചെയ്തു. ആ വർക്ക് കൾച്ചറിനകത്ത് അവിടെ എല്ലാവർക്കും ക്ലിയർ ആണ്, വൈ ആർ വി റണ്ണിങ് ദിസ് ബിസിനസ്, നമ്മുടെ മിഷൻ എന്താണ്, 2024 നമ്മൾ എവിടെ എത്തും, 25 എവിടെ എത്തും, 2030 നമ്മൾ ഏതൊക്കെ രാജ്യത്തിൽ എക്സ്പാൻഡ് ചെയ്യുമെന്ന് അവിടുത്തെ ഏറ്റവും ലോവർ ഗ്രേഡിലുള്ള സ്റ്റാഫിന് പോലും അറിയാം. അപ്പോൾ ഹീ നോസ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഐ ഹാവ് എ ഫ്യൂച്ചർ എന്നുള്ളതിന് ക്ലാരിറ്റി ഉണ്ട്. ഈ ക്ലാരിറ്റി പലപ്പോഴും എല്ലാ ഓർഗനൈസേഷനിലും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് കുറച്ചൊക്കെ നോളജ് എത്തുമ്പോൾ ചിലപ്പോൾ വിചാരിക്കും ഇവിടെ നിന്നിട്ട് കാര്യമില്ല. കാര്യം വാട്ട് ഈസ് ഇൻ ഇറ്റ് ഫോർ മീ എന്നുള്ളത് എല്ലാവരുടെ ഉള്ളിലും വരുന്ന ഒരു സെൽഫിഷ് തോട്ടാണ്. അത് പലപ്പോഴും നമ്മൾ ഇവിടെ ഒരു ഹൈറാർക്കിയൽ കൺജഷൻ ഇവിടെ വരുന്നുണ്ട്. അതായത് ഒരു ഫൗണ്ടർ, CEO, ചെയർമാൻ, GM, ഓപ്പറേഷൻസ് ഇങ്ങനെ വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഹൈറാർക്കിയൽ കൺജഷൻ ഇറ്റ് സ്റ്റക്സ് ഇൻ ദ സെക്കൻഡ് ഓർ തേർഡ് ലെയറിൽ അവിടെ കിടക്കും. അതുവരെ നന്നായിട്ട്
അതുകൊണ്ടാണ് പലരും ആ ലെയറിലുള്ള ആൾ വർഷങ്ങളോളം കൂടെ ഉണ്ടാവും. അതിന് താഴെത്തട്ടിലേക്ക് അത് എത്തുന്നില്ല എന്നുള്ളത്. ഒരിക്കലും ഒരാൾക്ക് വന്ന് താഴെത്തട്ടിലേക്ക് വരാൻ പറ്റില്ല. അപ്പോൾ അതെങ്ങനെ ഒരു സോൾവ് എന്നുള്ളൊരു വലിയൊരു ചാലഞ്ചാണ് SMEസിൽ ഇപ്പം നടക്കുന്ന ഒരു വലിയൊരു ചാലഞ്ച്. ഈ MIS മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം താഴെ തട്ടിലേക്കും എത്തണം. അതിന് ചെയ്യേണ്ട ഏറ്റവും ക്രിട്ടിക്കൽ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ മിഡിൽ ലെവലിലുള്ള ആൾക്കാരെ എംപവർ ചെയ്ത് ലീഡർഷിപ്പിലേക്ക് അവരെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരിക. ടോപ്പ് ലെവലിലുള്ള ആൾക്കാർ, അതായത് ലെറ്റ്സ് സേ ഒരു എക്സിസ്റ്റൻസ് ചാലഞ്ച് ഫേസ് ചെയ്യുന്നുണ്ട്. അതായത് താഴത്തുള്ളവൻ എൻ്റെ പൊസിഷനിലേക്ക് വരുമ്പോൾ ഐ വിൽ ബി ഇൻസെക്യൂരിറ്റി. ഈ ഇൻസെക്യൂരിറ്റിയും ഒരു പരിധി വരെ ഇതിൽ വരുന്നൊരു സംഭവമാണ്. ഞാൻ വളരെ ഓപ്പൺ ആയിട്ടാണ് പറയുന്നത്. ഇപ്പം പറയുന്ന റിയലിസ്റ്റിക് ആയിട്ടുള്ള ഫൈൻഡിങ്സ് ആണ്. അപ്പം അങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് ഒരു എംപ്ലോയർക്ക് ആ വിഷൻ താഴെയുള്ള സ്വീപ്പറിലേക്ക് എത്തിക്കാൻ പറ്റും? ഇതിന് ആൻസർ എന്ന് പറയും മുനീർ ബ്രദർ, ആ മിഡിലുള്ള ആ തോട്ടുള്ള ആള് ഹീസ് നോട്ട് എ ലീഡർ, ഹീസ് എ മാനേജർ എന്ന് വേണമെങ്കിൽ പറയാം. അബ്സല്യൂട്ട്ലി. അല്ലെങ്കിൽ ആളൊരു സൂപ്പർവൈസർ ആയിരിക്കും, ആളൊരിക്കലും ലീഡറല്ല. കാരണം ഒരു ലീഡർഷിപ്പ് ട്രൈറ്റുള്ള സ്കിൽ സെറ്റുള്ള ക്വാളിറ്റി ഉള്ള ഒരാൾക്ക് ആ ഒരു തോന്നൽ ഉണ്ടാകില്ല ബേസിക്കലി. കാരണം അത് ആളുടെ ഒരു സാക്രിഫൈസിങ് മൈൻഡ് സെറ്റ് ഉള്ളതുകൊണ്ടല്ല. ആൾക്കറിയാം താഴെ ഉള്ളവൻ കയറിയ ഞാൻ ഓട്ടോമാറ്റിക്കലി പോകും. അതാണ് ആ സിസ്റ്റത്തിന്റെ പ്രോസസ്. അങ്ങനെയാണ്. അതായത് താഴേന്ന് ഒരാൾ മുകളിലേക്ക് നമ്മളിങ്ങനെ പൊങ്ങിപ്പോവും. ഇത് മനസ്സിലാക്കാനുള്ള ഒരു മിനിമം കോമൺ സെൻസ് പോലും ഇല്ലാത്ത ഒരുപാട്, അൺഫോർച്ചുനേറ്റ്ലി ഐ ഹാവ് ടു യൂസ് ദിസ് വേർഡ്, കാര്യം ആ കോമൺ സെൻസ് പോലും ഇല്ലാത്ത ആൾക്കാർ ഇപ്പോഴും ഇത്തരം ടൈറ്റിലിൽ ഒരു ഒതുങ്ങി നിൽക്കുകയാണ്. അപ്പോൾ അത് എംപ്ലോയറെ സംബന്ധിച്ചത് വലിയ തലവേദനയാണ് മുനീർ സാഹിബ്. അവരെയൊക്കെ 30,000-40,000 ഹെഡ് കൗണ്ട് ഉള്ള ആൾക്കാരായി ഈ പറയുന്നവർ. 30,000-40,000 ഈ പൈസ ഒരു വർഷം താഴെ കൊടുത്താൽ ഫീഡ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് നല്ല ലീഡേഴ്സ് താഴെ ഉണ്ടാവും. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പ്രോഗ്രാമിന് പോയപ്പോൾ ഒരു 5-star ഹോട്ടലാണ്, പേര് പറയുക. ഞാൻ ഇറങ്ങിയപ്പോൾ വെള്ളിയാഴ്ചയാണ്. അപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ ബാഗുമായിട്ട് ഇറങ്ങി. ഉച്ചയ്ക്ക് ശേഷം എനിക്ക് അവിടെ സെഷൻ ഉണ്ട്. അപ്പം പെട്ടെന്ന് എനിക്ക് ബാഗ് അവിടെ എവിടെ കൊടുക്കുമെന്ന് അറിയില്ല. അപ്പോൾ റിസപ്ഷനിൽ ഒരു റിസപ്ഷൻ ഹെഡ് ഉണ്ട് അവിടെ. ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു ഈ ബാഗ് ഒന്നോട് വെക്കാവോ? ആൾ പറഞ്ഞു ബാഗിൽ എന്താ? ഞാൻ പറഞ്ഞു ബാഗിൽ ഐ തിങ്ക് മൈ ലാപ്ടോപ്പ്. ഓക്കെ, ലാപ്ടോപ്പ് ആണെങ്കിൽ വെക്കാൻ പറ്റില്ല പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ, ഞാനിപ്പോൾ ഓപ്പോസിറ്റുള്ള പള്ളിയിലാണ്. ഇമാജിൻ 200 പേരുടെ സെഷൻ ചെയ്യുന്ന ഒരു ബോൾ റൂമിൽ നിന്ന് ഞാൻ ഇറങ്ങി വരിക. നമ്മൾ അത്യാവശ്യം നന്നായിട്ട് അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. He was cutthroat to tell me, no, I cannot keep the bag. This is the rule. Because I said, why? Because there is a laptop inside. അപ്പോൾ ഞാൻ പറഞ്ഞു, imagine if I told you this bag has something else. അങ്ങനെയായിരുന്നു വെക്കുമായിരുന്നോ? അപ്പോൾ ആള് സ്റ്റക്കായി. അതുകൊണ്ട് നോ ഐ കനോട്ട് ടേക്ക് ഇറ്റ് നോ. ഞാൻ ഇറങ്ങിയപ്പോൾ പുറത്ത് നിന്ന് വാലേ പാർക്കിങ്ങിൽ ഒരു സെക്യൂരിറ്റി പയ്യൻ, ബംഗാളിയാണ്. ആ സാറ് പുള്ളി എൻ്റെ അടുത്ത് വന്നിട്ട്, ഞാൻ അയാളെ സാറിനെ വിളിക്കുള്ളൂ, ഞാൻ അറിയാതെ ഉണ്ട് ആ സാറെന്നാ പറഞ്ഞു തന്നെ. ആ സാർ എൻ്റെ അടുത്ത് വന്നിട്ട് പറയാം, സർ ആപ് നമാസ് ജാ രഹേ? ഞാൻ പറഞ്ഞു യെസ്. ബാഗ് മേരെ കോ ദേ ദോ സർ. ഞാൻ പറഞ്ഞു कैन यू कीप इट? हाँ मैं रखेगा, इधर ही रखेगा. आप नमाज पढ़ के आओ, मैं बैग आपको दे देगा. ഞാൻ പോയി തിരിച്ചു വന്നു. ഞാൻ പോകുന്ന ആ നടത്തത്തിൽ ശരിക്കും ഒരു ആ ബംഗ്ലാദേശി സഹോദരൻ, ഞാൻ സാറെന്ന് വിളിച്ച ആ സഹോദരൻ അവിടെ ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ ഹോട്ടലിനെ കുറിച്ചുള്ള എൻ്റെ ഇംപ്രഷൻ കംപ്ലീറ്റ്ലി ക്രാഷ്ഡ്. ഇനി ഒരിക്കലും ഒരുപക്ഷെ ഞാൻ ഇങ്ങനെ ഒരു ഹോട്ടലിൽ ഒരു ട്രെയിനിങ് പ്രോഗ്രാം ചിലപ്പം ചെയ്യണമെന്ന് പോലും ഞാൻ റീതിങ്ക് ചെയ്യും. പക്ഷേ ഈ അവിടെ നിന്ന് ഒരു വാലേ പാർക്കിങ്ങിൽ ഒരു സാധാ ലോ ഗ്രേഡ് സ്റ്റാഫ് ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി എക്സസൈസ് ചെയ്തു. അയാൾ എൻ്റെ പ്രയാസം, എൻ്റെ മുഖത്തെ പ്രയാസം കണ്ടു. അയാൾ അവിടെ സിസ്റ്റം ഫോളോ ചെയ്തോ പ്രോസസ് ഫോളോ ചെയ്യുന്നതിനപ്പുറം അയാൾ അവിടെ പരിഗണിച്ചു. ഹ്യൂമൻ സൈഡ് ഓഫ് ഡൂയിങ് ബിസിനസ്. ആബ്സല്യൂട്ട്ലി. നിങ്ങളിന്ന് അതായിരുന്നു ടോപ്പിക്ക് തന്നതിൽ നമ്മൾ എത്താണ്. ആ ഹ്യൂമൻ സൈഡ് ഓഫ് ഡൂയിങ് ബിസിനസ് അതൊരു ടൈറ്റിലിൽ കിട്ടില്ല. അതൊരു റോളിലോ അല്ലെങ്കിൽ ഒരു പദവി അലങ്കരിക്കുന്നത് കൊണ്ട് ആ ഒരു ഹ്യൂമൻ സൈഡ് കിട്ടില്ല. അത് ചിലപ്പോൾ താഴെ തട്ടിൽ ഏതെങ്കിലും ഒരു ക്ലീനറിനോ വെയിറ്ററിനോ സെക്യൂരിറ്റിക്കോ അതുണ്ടെങ്കിൽ അവനെ പോയിന്റ് ചെയ്ത് അവനെ ലീഡർഷിപ്പിലേക്ക് കൊണ്ടുവരാൻ കാണിക്കേണ്ട ഒരു ഇൻ്റലിജൻസ് ആണ് ശരിക്കും മാനേജ്മെന്റിന് വേണ്ടത്. ഇവിടെ നമ്മൾ അതിൻ്റെ അനദർ സൈഡ് ഓഫ് ഇപ്പം എംപ്ലോയി ടു എംപ്ലോയർ, എംപ്ലോയർ ടു എംപ്ലോയി, ഈ രണ്ട് കമ്മ്യൂണിക്കേഷനിലും റിലേഷൻഷിപ്പിലും വരുന്ന ഹ്യൂമൻ സൈഡാണ് ഞാൻ ഇറ്റ് വാസ് മൈ തോട്ട് പ്രോസസ്. ഇപ്പോൾ നമ്മൾ സാധാരണ പറയും പെർഫോമൻസിനെയാണ് നമ്മൾ ബ്ലെയിം ചെയ്യേണ്ടത്, പെർഫോമറെ അല്ല. ഒരാൾ എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്താൽ ഇപ്പോൾ നമ്മളൊരു മീറ്റിങ്ങിൽ ഇരിക്കുമ്പോൾ
ഒരാൾ ഒരു എംപ്ലോയി നമ്മൾ മാനേജേഴ്സിൻ്റെ കൂടെയും നമ്മൾ ചിലപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് പോലും ഉണ്ടാവും നമ്മുടെ ക്യാബിനിൽ. ഒരുത്തൻ പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു മിസ്റ്റേക്ക് കാണിച്ചിട്ട് വന്നിട്ടാകുമ്പോൾ അവൻ നമ്മുടെ എല്ലാ എനർജിയും എടുത്തിട്ട് അവനെ കുറ്റം പറഞ്ഞ് അവൻ്റെ ഭാവി അവൻ്റെ ഭൂതകാലം മുഴുവൻ പറഞ്ഞ് അവൻ്റെ മൊത്തം നാശകോശാക്കിയിട്ട് ഒരു ചിരിയുണ്ട് ഫ്രണ്ട്സിനെ നോക്കിയിട്ട്. ഇപ്പോൾ ഞാൻ എന്തോ ഒരു നേടിയെടുത്ത പോലെ ഒരു ചിരിയുണ്ട്. ഈ ചിരിയിൽ വരുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ അത് എത്രമാത്രം ഡേഞ്ചറും അതിലുണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് എത്രമാത്രം എഫക്റ്റീവാണെന്നുള്ളത് ഒരു വലിയൊരു ക്വസ്റ്റ്യൻ. അത് വിഷ്യസാണ്, അത് പോയ്സണസ് ആണ്. കാരണം നമ്മുടെ ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റ് ഓഫ് മൈൻഡിൽ നിന്ന് നമ്മൾ അൺകോൺഷ്യസ്ലി പ്രകടിപ്പിക്കുന്ന ഒരു വൈകാരികമായിട്ടുള്ള ഒരു റിയാക്ഷനാണത്. അദ്ദേഹം ആ സമയത്ത് മാനസികമായിട്ട് പ്രിപ്പയർഡ് അല്ല. അദ്ദേഹം ഈ എംപ്ലോയിയെ എന്നാൽ ഇന്നിവനെ ഇൻസൾട്ട് ചെയ്ത് നശിപ്പിച്ചേക്കാമെന്നുള്ളൊരു മൈൻഡ് സെറ്റിലായിരിക്കില്ല ചെയ്തത്. അയാളുടെ ഒരു നാച്ചുറൽ അൺകോൺഷ്യസ് സ്റ്റേറ്റിൽ ചെയ്തതാണ്. പക്ഷെ ഇതിൻ്റെ ഭവിഷ്യത്ത് സംഭവിക്കാൻ പോകുന്നത് ഈ ഇറങ്ങിപ്പോയ ആളും ഒരു മനുഷ്യനാണ്. അയാൾ ഇൻസൾട്ട് ചെയ്യപ്പെട്ടു, അയാൾ വേദനിക്കപ്പെട്ടു. അയാൾക്ക് ഒരിക്കലും ഓണർഷിപ്പ് എടുക്കാൻ പറ്റില്ല. അയാൾ തിരിച്ചു പോയി ഓണർ ആവില്ല. അയാൾ തിരിച്ചു പോകുമ്പോൾ അയാൾ ഫോർ എക്സാമ്പിൾ അയാളൊരു ഒരു വെയിറ്റർ ആണെങ്കിൽ അയാൾ അടുത്ത പ്രാവശ്യം ചായക്ക് പാലൊഴിക്കുമ്പോൾ 2 പ്രാവശ്യം ആലോചിക്കും. എന്നിട്ട് സാധാരണ ഒരു 2 സ്പൂൺ ഒഴിച്ചാൽ മതിയെങ്കിൽ അയാൾ 8 സ്പൂൺ ഒഴിക്കും. 2 സ്പൂൺ പഞ്ചസാര ഇട്ടാൽ മതിയെങ്കിൽ 4 ഇട്ട് 2 സ്പൂൺ തറയിലും കളയും. എന്നിട്ട് കൊണ്ടു കൊടുക്കും സ്നേഹമില്ലാതെ കുടിക്കുന്ന. എങ്ങനെയാണ് ഈ സിറ്റുവേഷനിൽ ഇപ്പം ഇത് കേൾക്കുന്ന പല ഓണേഴ്സിനും ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റും. നേരിട്ട് അറിയുന്ന പല ഓണേഴ്സിനും റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ളവരെ എങ്ങനെ ആ സ്വഭാവം മാറ്റും? ട്രൂലി ഇറ്റ്സ് സംതിങ് വിച്ച് യു ഹാവ് ടു ഗിവ് ദം. അബ്സല്യൂട്ട്ലി. കാരണം ദിസ് വിൽ ബി ദ ടേക്ക് അവേ ഫോർ ദ ഡേ. കാരണം ഇത് നമ്മളെപ്പോഴും പറയും ഇതൊരു ഡോക്ടർ പേഷ്യൻ്റ് അപ്രോച്ചാണ്. രോഗി രോഗം തിരിച്ചറിയാത്തിടത്തോളം, രോഗി ഡോക്ടറെ കാണാൻ വരാത്തിടത്തോളം ഈ രോഗത്തെക്കുറിച്ചിട്ട് രോഗി ആക്ച്വലി അൺകോൺഷ്യസ്ലി ഈ രോഗത്തെ ഇപ്പം നമ്മൾ ഏതോ ഒരു സിനിമയിൽ നാഗവല്ലി മാടമ്പിയിലെ ചിത്തരോഗി ഇന്ന ആളാണെന്ന് വിചാരിച്ച് നടക്കുന്നു എന്ന് പറയുന്ന പോലെ ആ രോഗം ഉള്ളിൽ ഉണ്ട് എന്ന് ആൾ തിരിച്ചറിയുന്നത് വരെ, അയാൾ അത് അക്സെപ്റ്റ് ചെയ്യുന്നത് വരെ ആർക്കും ഇതിനൊരു സൊല്യൂഷൻ കൊടുക്കാൻ പറ്റില്ല. അതാണ് എൻ്റെ സത്യസന്ധമായ റെസ്പോൺസ്. ഇനി ആൾക്കിത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അവിടെയാണ് ഇതിൻ്റെ ബ്യൂട്ടി. 80% ഓഫ് ദ പ്രോബ്ലം ഈസ് സോൾവ്ഡ് വെൻ യു ആർ കോൺഷ്യസ്. 80% പ്രശ്നങ്ങളുടെ പരിഹാരം കോൺഷ്യസ്നെസ്സിൽ കിട്ടും. നമുക്ക് മനസ്സിലാവും ഓക്കെ ഇങ്ങനെ ഒരു ചാലഞ്ച് ഉണ്ട്. അപ്പോൾ എന്താണ് പിന്നെ അദ്ദേഹത്തിനെ കോച്ചിങ്ങിലൂടെ അദ്ദേഹത്തിൽ ഈ പറയുന്ന കുറെ ട്രൈറ്റ് ഉണ്ട് എന്നുള്ളത് ആ പറയുന്ന അസുഖത്തിന് ഉണ്ടാവാൻ പോകുന്ന പേയിങ് ദ പ്രൈസ്. വാട്ട് ഈസ് ദ കൈൻഡ് ഓഫ് പ്രൈസ് യു ആർ പേയിങ് ഫോർ ദിസ് പെർട്ടിക്കുലർ ആറ്റിറ്റ്യൂഡ് വാട്ട് യു എക്സസൈസ്. ഈ എക്സസൈസ് ചെയ്യുന്ന ആറ്റിറ്റ്യൂഡിന് നമ്മൾ പേ ചെയ്യുന്ന പ്രൈസ് പ്രോബ്ലി മില്യൺസ് ആയിരിക്കും. ട്രൂ. അത് മാത്രമല്ല ആ എംപ്ലോയിയുടെ കംപ്ലീറ്റ് പ്രൊഡക്ടിവിറ്റി, അവൻ്റെ ആറ്റിറ്റ്യൂഡ്, അവനിനി 100 ആളോട് അവിടെയുള്ള മൊത്തം ആൾക്കാരോടും കുറ്റമല്ലാതെ ഒരിക്കലും ആ കമ്പനിയെക്കുറിച്ചോ ഓണറെ കുറിച്ചോ നേര് പറയില്ല. ഞാൻ അതുകൊണ്ട് തന്നെ പല ട്രെയിനിങ്സും പല ട്രെയിനിങ്സും നമ്മൾ വേണ്ടെന്ന് വെക്കാറുണ്ട്. കാരണം പ്രൈസ് നെഗോഷിയേറ്റ് ചെയ്ത് സ്റ്റാഫിൻ്റെ ട്രെയിനിങ്ങിന് പ്രൈസ് നെഗോഷിയേറ്റ് ചെയ്തിട്ട് നമ്മൾ വിളിക്കുമ്പോൾ ഞാൻ പറയും സാർ നിങ്ങൾ ഒരു ഇൻഫ്ലുവൻസറിനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിനിമാ നടനെയോ ഒക്കെ ബ്രാൻഡ് അംബാസിഡർ ആക്കിയിട്ട് അവർക്ക് ഒത്തിരി പൈസ കൊടുക്കില്ലേ? നിങ്ങളുടെ മക്കളെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയല്ലേ? അതിൽ നിങ്ങൾ നെഗോഷിയേറ്റ് ചെയ്യുകയാണെങ്കിൽ then I would think ഞാനെന്നല്ല ഇനി ടോണി റോബിൻസൺ ട്രെയിൻ ചെയ്താലും കാര്യം നടക്കില്ല. കാരണം നമ്മൾ വാല്യൂസ് പറഞ്ഞിട്ട് ആ വാല്യൂസ് അവർക്ക് അത് ഫീൽ ചെയ്യാൻ അവിടെ പറ്റിയില്ലെങ്കിൽ പിന്നെ ആര് ട്രെയിൻ ചെയ്തിട്ടും കാര്യമില്ല. സോ അപ്പം ആദ്യം വേണ്ടത് അവരെ പരിഗണിക്കുക എന്നുള്ളതാണ്. നമ്മുടെ താഴെയുള്ള ആൾക്കാരെ അവരെ കൂടെ പിടിച്ചിട്ട് അവരെ മേളിൽ കയറ്റണമെന്നൊരു സ്വപ്നം കണ്ടാൽ തന്നെ മതി. അത് തന്നെ നമ്മളുടെ ഒരു ഇന്റേണലി നോക്കുകയാണെങ്കിൽ അത് തന്നെ ഒരു വലിയ വിഷനാണ്. പിന്നെ നമ്മുടെ പ്രോഡക്റ്റും സർവീസും കൊണ്ട് ഈ ഭൂമിയിൽ എന്ത് വ്യത്യാസം ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് ബോധമുണ്ടെങ്കിൽ ആ മൂല്യത്തെ എൻ്റെ താഴെ ഉള്ളവർ അറിയിച്ചാൽ നമ്മുടെ സമയം കഴിഞ്ഞു, അരമണിക്കൂർ കഴിഞ്ഞു. സമയം പോയാൽ ഈ ഹ്യൂമൻ സൈഡ് ഓഫ് സംഭവം എംപ്ലോയർ ടു എംപ്ലോയി ഇപ്പം നമ്മൾ പറഞ്ഞു. അതെ. ഇനി എംപ്ലോയി ടു എംപ്ലോയർ ഇതേ സിറ്റുവേഷൻ വരാറുണ്ട്. നമ്മൾ ഒരുപാട് ഇങ്ങനെ താലോലിച്ച് ഒന്നുമില്ലാതെ എടുത്ത് വളർത്തിയെടുത്ത് പലരും ഒരു സിറ്റുവേഷൻ എത്തുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഒന്ന് വിഷൻ അറിയാത്തതുകൊണ്ടായിരിക്കാം, അറിഞ്ഞിട്ടായിരിക്കാം. പലപ്പോഴും വിഷനൊന്നും നമുക്ക് ക്ലിയർ ആയിട്ട് കൺവേ ചെയ്യാൻ വന്നില്ലെങ്കിൽ പോലും ഒരാളെ ആക്കി എടുത്ത് ഒരു പൊസിഷനിലെത്തിയിട്ട് ഒരു ദാക്ഷിണ്യവും ഇല്ലാണ്ട് അവിടുത്തെ ഡാറ്റ എടുത്ത്
അടുത്ത കോമ്പറ്റീറ്ററിലേക്ക് പോയിട്ട് കംപ്ലീറ്റ് ആ കമ്പനിയെ നശിപ്പിച്ച ചരിത്രങ്ങൾ പോലും ഇവിടെ ഉണ്ട്. ഉറക്കമില്ലാത്ത ഇവൻ അവസാനം ബാങ്ക്രപ്റ്റായി ഒരു എംപ്ലോയിയെ കൊണ്ട് പല ആൾക്കാരും ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് ഓടിപ്പോയ പല വലിയ ബിസിനസ്സുകാരുടെ ചരിത്രത്തിലും അവർ പറയുന്ന കഥകൾ ഇങ്ങനെയാണ്. അവിടെയും നമ്മൾ ഈ ഹ്യൂമൻ സൈഡ് കാണണ്ടേ? എല്ലാ സമയത്തും ഒരു എംപ്ലോയറോ എൻ്റർപ്രണറോ അല്ലല്ലോ കൾപ്രിറ്റ്. ഇതിനകത്ത് ഇവിടെയും ഐ വുഡ് ആക്ച്വലി പോയിന്റ് ദ ലീഡേഴ്സ്. വൈ? ബിക്കോസ് അങ്ങനെ ക്യാരക്ടർ ഡിസോർഡർ ഉള്ള ഒരാളെ റിയലൈസ് ചെയ്യാനും അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും നമ്മുടെ മിഡിൽ മാനേജ്മെൻറ്റ് തൊട്ട് ടോപ്പ് ലൈൻസ് അപ്പ് ലൈൻസ് എന്നൊക്കെ പറയുന്നവർ മനസ്സിലാക്കണം. ആറ്റിറ്റ്യൂഡ് ഡിസോർഡറും ക്യാരക്ടർ ഡിസോർഡറും രണ്ടാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഫ്രോഡ്ജറി പോലെ ചെയ്യുന്ന ഒരു കാൻഡിഡേറ്റ്, ഒരു എംപ്ലോയി നമ്മുടെ കൂടെ ഉണ്ടായിട്ട് അയാളെ എനിക്ക് തിരിച്ചറിയാൻ പറ്റിയില്ലെങ്കിൽ ഐ ഹാവ് സം ഇഷ്യൂസസ്. എനിക്കെന്തോ ഒരു പ്രശ്നമുണ്ട്. മേ ബി അത് ആറ്റിറ്റ്യൂഡ് ലെവലിലാണെങ്കിൽ അയാളെ ആറ്റിറ്റ്യൂഡ് നമുക്ക് റീ എഞ്ചിനീയർ ചെയ്യാൻ പറ്റും. ബിക്കോസ് ആറ്റിറ്റ്യൂഡ് ഇസ് മോർ ഓഫ് എ സോഫ്റ്റ്വെയർ. നമുക്ക് പ്രോഗ്രാം ചെയ്യാം. പക്ഷെ അത് ഹാർഡ്വെയർ ആയി കഴിഞ്ഞാൽ വലിയ പാടാണ്. അങ്ങനെയുള്ളവരെ ദയവ് ചെയ്ത് എക്സിറ്റ് ആക്കുക. എളുപ്പത്തിൽ പറഞ്ഞു വിടുക എന്നുള്ളതാണ്. എന്തായാലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എംപ്ലോയി ആണെങ്കിലും എംപ്ലോയർ ആണെങ്കിലും ഈ രണ്ട് ആൾക്കാരെ ലോകത്തുള്ളൂ. ഓൺലി ടു ടൈപ്പ് ഓഫ് പീപ്പിൾ. ഒരു സാധാരണ ഒരു പുരുഷനെ സംബന്ധിച്ച് ഒന്നുകിൽ എംപ്ലോയി ആയിരിക്കും അല്ലെങ്കിൽ എംപ്ലോയർ ആയിരിക്കും. ഇതാണ് ഒരു അഡൽട്ട് സ്റ്റേജിലേക്ക് വരുന്ന രീതിയിൽ. പിന്നെ ജോബ് സീക്കേഴ്സ് ഓഫ് കോഴ്സ് ദേ ആർ ഗെറ്റിംഗ് ഇൻ സംവെയർ. അപ്പോൾ ഈ രണ്ട് കൂട്ടർക്കിടയിലുള്ള ഒരു ഹ്യൂമൻ സൈഡ് നിങ്ങൾക്ക് കച്ചവടം ചെയ്യുന്നത് പണം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമല്ല. കച്ചവടം ചെയ്യുന്നതിന് ഒരുപാട് തലങ്ങളുണ്ട്. നേരത്തെ പറഞ്ഞ റെസ്പോൺസിബിലിറ്റി ടു ദ എംപ്ലോയി, ടു ദ എംപ്ലോയർ, ടു ദ ഫാമിലീസ്, എവരി സൊസൈറ്റി, എല്ലാത്തിൻ്റെയും വലിയൊരു ഭാരം നമ്മുടെ ചുമലിച്ചിട്ടാണ് നമ്മളിതൊക്കെ കൊണ്ട് നടക്കുന്നത്. ആ സമയത്ത് നേരത്തെ പറഞ്ഞതുപോലെ വഴി തെറ്റുമ്പോഴോ ഒന്ന് കാല് ഇടറി വീഴാതിരിക്കാൻ, ഒന്ന് പിടിക്കാൻ ഒരു ട്രെയിനർ നിർബന്ധമാണ്. കാരണം ട്രെയിനിങ് ഈസ് സംതിങ് വിച്ച് നമ്മളെപ്പോഴും ഇങ്ങനെ പോളിഷ് ചെയ്തുകൊണ്ടിരിക്കണം എന്ന് പറയുന്നതിൻ്റെ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഹ്യൂമൻ സൈക്കോളജിസ്റ്റ് എന്ന് വേണമെങ്കിൽ ഞാൻ വിളിക്കും. ഒരു ഇമോഷണൽ സെയിൽസ് കോച്ചായിട്ടുള്ള റിയാസ് ഹക്കീമാണ് നമ്മൾ ഇത്രയും നേരം നമ്മളോട് സംസാരിച്ചത്. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ബീങ് മൈ ഗസ്റ്റ് ആൻഡ് ടുഡേ. അപ്പോൾ എന്താണ് നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത്? സാഹിബ്, ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച് ഫോർ ഹാവിങ് മീ ഹിയർ. ഒരുപാട് സന്തോഷം ഇവിടെ ഇരിക്കാൻ സാധിച്ചത്. ആൻഡ് ഐ എം ഷുവർ ഒരുപാട് പ്രഗത്ഭരായ ആൾക്കാർ വന്നിരുന്ന ഹോട്ട് സീറ്റാണ്. ഇനിയും ഒരുപാട് പേര് വരേണ്ട ഒരു സീറ്റാണ്. ഇവിടെ നമ്മളിരുന്ന് കുറച്ച് നേരത്ത് മുനീർ സാഹിബ് ഏറ്റവും അടിത്തട്ടിലുള്ള ചോദ്യങ്ങൾ, അതായത് റിയൽ പെയിൻ, ബിക്കോസ് യു ആർ എ ബിസിനസ് ഓണർ ബൈ യുവർ സെൽഫ്. സോ അപ്പോൾ ആ അത്തരം പെയിനെ കുറിച്ചാണ് പറഞ്ഞത്. എനിക്ക് പറയാനുള്ള ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റേ ഉള്ളൂ. നമ്മളുടെ ഇമോഷൻസ് മാനേജ് ചെയ്ത് ക്വാളിറ്റി ഡിസിഷൻസ് എടുക്കണം. അത് നമ്മുടെ പ്രോഡക്ട്സിലായാലും സർവീസിലായാലും നമ്മുടെ ടീമിനെ ബിൽഡ് ചെയ്യുന്നതിലായാലും നമ്മൾ ഇമോഷണലി സ്ട്രോങ് ആകുക. നമ്മൾ ഇമോഷണലി വീക്കായി കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഇവിടെ പരാജയം സമ്മതിച്ചാൽ നമ്മൾ പുറത്ത് പരാജയപ്പെട്ടു പോകും. അപ്പോൾ അതുകൊണ്ട് ഇമോഷണലി സ്ട്രോങ് ആയിരിക്കുക, വളരെ ഹോപ്പ്ഫുൾ ആയിരിക്കുക, എക്സ്പെക്റ്റേഷൻ കുറയ്ക്കുക, മാക്സിമം എക്സ്പെക്റ്റേഷൻസ് കുറച്ച് ഹോപ്പ്ഫുൾ ആയിരിക്കുക. അപ്പോൾ നമ്മളെപ്പോഴും പറയും എക്സ്പെക്റ്റേഷൻ കുറച്ച് ഹോപ്പ് കൂട്ടണം. ഹോപ്പ്ഫുള്ളായി നോൺ എക്സ്പെക്റ്റേഷൻ മൈൻഡ് സെറ്റോടുകൂടി നല്ലൊരു വിഷൻ നമ്മുടെ താഴെത്തട്ടിലെ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുക. ലേണിംഗ് ഈസ് നോട്ട് എ വൺ ഡേ അഫെയർ. അതൊരു ലൈഫ് ലോങ് ലേണിംഗ് ആയിരിക്കണം. എന്നും കൊടുക്കാൻ പറ്റുക, പഠിപ്പിക്കുക കുട്ടികളെ. അതാണ് പഠിക്കുക, വീണ്ടും പഠിക്കുക, പഠിച്ചുകൊണ്ടേയിരിക്കുക. അതുകൊണ്ട് എല്ലാവരും ഇനിയും പഠിച്ചുകൊണ്ടേയിരിക്കുക. ഒരവസരവും നിങ്ങൾ പാഴാക്കരുത്. നിങ്ങളെല്ലാവരും യൂട്യൂബിലും ലിങ്ക്ഡിനിലും അതുപോലെ ഇൻസ്റ്റഗ്രാമിലൊക്കെ റിയാസ് ഹക്കീം എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹത്തെ കാണാം. ഞാൻ വളരെ ഐ ആം സോ എക്സൈറ്റഡ് ആൻഡ് ഐ ആം സോ ബ്ലെസ്ഡ് ടു ഹാവ് യു ഓർ ഹിയർ. ബിക്കോസ് ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് നന്മകൾ പകർന്നു കൊടുത്ത് ഒരുപാട് ആളെ നേർവഴിയിലേക്ക് വന്ന് കൊണ്ടുവന്ന് അവരുടെ ജീവിതത്തെ കരുപിടിപ്പിക്കാൻ ഇത്രയധികം എനിക്ക് നേരിട്ടറിയുന്ന ഇത്രയധികം എഫക്റ്റീവായിട്ടുള്ള ഒരാളായതുകൊണ്ട് തന്നെ ഐ എം സോ ഹാപ്പി ആൻഡ് എക്സൈറ്റഡ്. ആൻഡ് കേട്ടവർക്കും ഇത് മനസ്സിലായിട്ടുണ്ടാവും. എന്തായാലും ആർക്കെങ്കിലും അദ്ദേഹത്തെ ബന്ധപ്പെട്ടാൽ ഈ ഒരു ചാനലിലൊക്കെ പോയി നിങ്ങൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ he will come back to you. All right. Thank you so much. Thank you so much. It was really wonderful. Pleasure was mine. Thanks a lot.